പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഒരു ലക്ഷറി വില്ലയാണ്. 1 CR വില വരുന്ന 4 BHK 2500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ്. അപ്പോൾ വീടിൻ്റെ കൂടെ ഡീറ്റെയിൽസിൽ നടക്കുമ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീട് വരുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 8 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. രാജഗിരി മെഡിക്കൽ കോളേജിലേക്ക് 4 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. വീടിൻ്റെ മതിൽ വരുന്നത് ക്ലാഡിങ് ഡിസൈനോടുകൂടിയാണ് കേട്ടോ. ക്ലാഡിങ് സ്റ്റോണൊക്കെ അത്യാവശ്യം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ സ്ലൈഡിങ് ആയിട്ടുള്ള ഒരു ഡോറാണ് വരുന്നത്, ഗേറ്റാണ് വരുന്നത്. പിന്നെ പാർക്കിംഗ് വരികയാണെങ്കിൽ വലിയൊരു SUV പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. മുഴുവനും സ്റ്റോൺ പാകിയിട്ടുണ്ട് കേട്ടോ. എക്സ്ട്രാ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത്. വീടിൻ്റെ കിഴക്ക് വടക്കേ മൂലയിലായിട്ടാണ് കിണർ വരുന്നത്. അതിൻ്റെ ഫിനിഷിംഗ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടുകൂടി ഒരു വാട്ടർ ഫൗണ്ടൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വീടിൻ്റെ ചുറ്റുഭാഗം നമ്മൾ ടൈലെല്ലാം ചെയ്തേക്കണേ. വീട് വരുന്നത് ബോക്സി ഡിസൈനോടുകൂടിയ വീടാണ് വരുന്നത് കേട്ടോ. വീടിൻ്റെ പല ഭാഗത്തും ക്ലാഡിങ് ഇതുവരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ ക്ലാഡിങ് ഡിസൈൻ വരുന്നു. അതോടൊപ്പം ലോങ് വിൻഡോ വരുന്നുണ്ട്. കാർ പാർക്കിംഗ് സ്പേസിൽ EVയുടെ ചാർജിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ കാറ് വാഷ് ചെയ്യാനായിട്ട് ഒരു ടാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫുള്ളും ടൈലിട്ടുണ്ട് കേട്ടോ വീടിന് ചുറ്റുമായിട്ട്. നല്ല വീതി കിട്ടുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ കേട്ടോ. ഇത് ഹാളിൽ നിന്നാണ് കേട്ടോ ഈ ഡോറ് കാണുന്നത്. വർക്ക് ഏരിയ സ്പേസ് ഇവിടെ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ഈ കാണുന്നതാണ് അടുക്കളയുടെ ഭാഗം. പുറത്ത് ഗ്യാസ് ഫിറ്റ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. സിറ്റ് ഔട്ട് ആണെങ്കിൽ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡോറിനെ പറ്റി പറയുകയാണെങ്കിൽ സിമ്പിൾ ഡിസൈനാണ്, ടേക്ക് ഫിനിഷാണ്. ഹാൻഡിലൊക്കെ നല്ല വലിയ ഹാൻഡിലാണ്, വുഡൻ ഹാൻഡിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ഹൈറ്റിലാണ് ഇവിടുത്തെ ലിവിംഗ് റൂം സെറ്റ് ചെയ്തേക്കണേ. നല്ല ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലോങ് വിൻഡോ കൊടുത്താണ് നോക്കി. ആ ഡബിൾ ഹൈറ്റിൽ നിന്ന് പോകുന്ന ഹൈറ്റിൽ തന്നെ വിൻഡോ വരുന്നുണ്ട്. വലിയൊരു TV യൂണിറ്റാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. പിന്നെ അത്യാവശ്യം സ്റ്റാൻഡുകൾ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്പീക്കറും റിമോട്ടൊക്കെ വെക്കാനുള്ള സ്റ്റാൻഡുകൾ അവിടെ കാണാൻ പറ്റും. അത് കൂടാതെ താഴെ കബോർഡ് വരുന്നുണ്ട്. അവിടെ 4 ക്യാബിൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ മേളിൽ നിന്ന് ലൈൻ വന്നേക്കണ മാതിരിയാണ് ബാക്ക്ഗ്രൗണ്ട് ടെക്സ്റ്റ് ഡിസൈൻ കൊടുത്തേക്കുന്നത്. ലിവിംഗ് റൂമിൽ നിന്നും ഡൈനിങ് ഹാളിലേക്ക് ഒരു പാർട്ടീഷൻ വരുന്നുണ്ട്. ഈ പാർട്ടീഷനിൽ അത്യാവശ്യം സ്റ്റാൻഡുകൾ വരുന്നുണ്ട്. നമുക്ക് ചെറിയ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാനുള്ള സ്ഥലം ഇവിടെ കിട്ടുന്നുണ്ട്. വലിയൊരു ഡൈനിങ് ഹാളാണ് ഇവിടെ കിട്ടുന്നത്. ഒരു 8-10 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഡൈനിങ് ടേബിൾ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം ഒരു ക്രോക്കർ ഷെൽഫ് കാണുന്നുണ്ട്. ഇതൊരു 8 അടി ഹൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. നല്ലൊരു വാഷ് ബേസിൻ കൗണ്ടറാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഗ്രാനൈറ്റിൻ്റെ ടോപ്പിൽ ഒരു ബ്ലാക്ക് കളറിലുള്ള വാഷ് ബേസിനാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം റൗണ്ട് ഷേപ്പിലൊരു മിറർ വരുന്നുണ്ട്. പിന്നെ ഉള്ളത് ഒരു വാം ലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റാൻഡ്, ടവൽ ഹോൾഡറൊക്കെ കാണാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ടിൽ വുഡൻ പാനലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് മൊത്തം. ആ വുഡൻ പാനലിങ്ങിൻ്റെ മാച്ചായിട്ട് താഴെ ക്യാബിനറ്റും വരുന്നുണ്ട്. 2 ക്യാബിനറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഡോറ് വരുന്നുണ്ട്. സ്റ്റെയറിൻ്റെ ഇടയിലും സ്റ്റോറേജ് സ്പേസുകൾ ലഭ്യമാണ് കേട്ടോ ഇവിടെ. ഇനി നമുക്ക് കിച്ചൺ കണ്ടാലോ.
നല്ലൊരു കിച്ചണാട്ടോ കാണാൻ കഴിയുക. കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഫ്രിഡ്ജിന്റെ പോർഷൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഒതുക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലഗ് പോയിന്റും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കാണുന്നത് മൊത്തം കബോർഡുകളാണ്. ടോപ്പ് തൊട്ട് കബോർഡുകൾ നമുക്ക് കാണാൻ പറ്റും. ഒത്തിരി ക്യാബിനറ്റുകൾ ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ടോപ്പ് വരുന്നത് ഗ്രാനൈറ്റിൽ വൈറ്റ് കളറിലെ ടോപ്പാണ്. അതുകൂടാതെ വാൾ ടൈല് വരുന്നത് വൈറ്റ് കളറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കളർ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട്. ചിമ്മിനിയുടെ ഫോബ് എല്ലാം ക്ലോസ് ചെയ്തിട്ടുള്ള വിധത്തിലാണ് ചെയ്തിട്ടുള്ളത്. അവിടെയും ക്യാബിൻ വരുന്ന വിധത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ചിമ്മിനിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഒരു ക്യാബിനറ്റ്, 2 ക്യാബിനറ്റ് വരുന്നത് വുഡൻ ക്യാബിനറ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വെജിറ്റബിൾസ് ഒക്കെ ഇടാനായിട്ട് സൗകര്യത്തിനാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ആംബിയൻസ് എന്ന് വെച്ചാൽ വാം ലൈറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റുകളിലും സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഒരു വാം ലൈറ്റിംഗ് തീമാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം, താഴത്തുള്ള ആദ്യത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. വലിയൊരു ബെഡ്റൂമാണ്. അതുകൂടാതെ ഇത് കിട്ടുന്ന വിധത്തിൽ വലിയ വിൻഡോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇവിടുത്തെ കബോർഡുകളാണ്. ഈ കബോർഡിന് തന്നെ കണ്ടറിയാം, ഒരു സൈഡ് തൊട്ട് ആ സൈഡ് വരെ കബോർഡ് തന്നെ വരുന്നുണ്ട്. ബേ വിൻഡോ വരുന്നുണ്ട്. പിന്നെ ഈ കബോർഡുകളൊക്കെ ലാർജാണ്. ക്യാബിനറ്റ് എല്ലാം നോക്കിയാൽ വലുപ്പത്തിൽ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ടീക്ക് ഫിനിഷ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള പാനലിങ്ങാണ് ചെയ്തിട്ടുള്ളത്. ബാത്റൂം കണ്ടുനോക്കാം. ബാത്റൂം എന്ന് പറയുന്നത് സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ചെറിയ ഹൈറ്റ് ഡിഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ കൺസീൽഡ് ആയിട്ടുള്ള ക്ലോസറ്റ് വരുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ വരുന്നത് വാഷ് ബേസിൻ ആണ്. ആ വാഷ് ബേസിന്റെ അടുത്തും താഴെ ക്യാബിനറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഒരു മിററും കൊടുത്തിട്ടുണ്ട്. വാം ലൈറ്റ് ചെയ്യുന്ന ഒരു ലൈറ്റും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെയുള്ള 2ാമത്തെ റൂമാണ് നമ്മളിന്ന് കാണുന്നത്. ഹാളിന് ഇപ്പുറമായിട്ട് വരുന്നത്. ഈ റൂമും വലിയൊരു റൂമാണ്. കബോർഡ് ചെയ്തിരിക്കുന്നത് വലുപ്പത്തിൽ തന്നെ ചെയ്തിട്ടുള്ളത്. ബേവിൻ്റെ കൊടുത്തിട്ടുണ്ട്. ക്യാബിനൊക്കെ അത്യാവശ്യം വരുന്നുണ്ട് ഇവിടെ തന്നെ. പിന്നെ ഒരു നല്ല മിററും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 വലിപ്പമുള്ള വിൻഡോസ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണിത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് പാർട്ടീഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് ഡിഫറൻസ് വരുന്നുണ്ട് വെറ്റ് ഏരിയക്കും ഡ്രൈ ഏരിയക്കും തമ്മിൽ. ക്ലോസറ്റ് വന്നിട്ട് കൺസീൽഡ് ആയിട്ടുള്ള ക്ലോസറ്റാണ് വരുന്നത്. പിന്നെ വാഷ് ബേസിൻ വൈറ്റ് ടോപ്പിൽ വൈറ്റ് കളറിലുള്ള സെറയുടെ വാഷ് ബേസിൻ ആണിത്. താഴെ 2 ക്യാബിനറ്റ് കിട്ടുന്നുണ്ട്. 2 കബോർഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിലവിൽ. പിന്നെ ഒരു മിററും വാം ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 സ്റ്റാൻഡും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടവൽ ഹോൾഡർ വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ബാത്റൂമിന്റെ വിശേഷങ്ങൾ. ഇനി നമ്മൾ മേളത്തെ നിലയാണ് കാണുന്നത്. സ്റ്റെയർ ആണെങ്കിൽ നല്ല വലിപ്പമുള്ള വീതിയുള്ള സ്റ്റെയറാണ് വരുന്നത്. വുഡൻ പാനലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. സ്ക്വയർ ട്യൂബും ഹാൻഡ് റെയില് വുഡനാണ് വരുന്നത്. ടീക്ക് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയൊക്കെ ടെക്സ്റ്റൈൽ വർക്ക് വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു അപ്പർ ലിവിങ് ഏരിയ ആണ് കാണുന്നത്. ഒരു വുഡൻ ഫ്ലോറിംഗ് ആണ് ഇവിടെ കാണുന്നത്. പിന്നെ ഒരു TV യൂണിറ്റ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുള്ള ഫാൾ സീലിംഗ് സ്പോട്ട് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഷോ ലൈറ്റ് കാണാൻ പറ്റും, ഹാങ് ലൈറ്റ്.
ഈ ലൈറ്റുകൾ നമ്മുടെ ലിവിംഗ് റൂമിലെ ഹാങ്ങിങ് ലൈറ്റുകളാണ് കാണുന്നത്. അതിൻ്റെ ടോപ്പ് വുഡൻ പാനൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ റൂമിന് സെപ്പറേറ്റ് ബാൽക്കണി വരുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ബാൽക്കണി സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ റൂഫിലായാലും സ്പോട്ട് ലൈറ്റുകൾ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ബാത്റൂം കണ്ടു നോക്കാം. സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് ഇവിടെ കാണുന്നത്. കൺസീൽഡ് ആയിട്ടുള്ള ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗ്ലാസ് പാർട്ടീഷൻ ഇല്ല. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തമ്മിൽ ചെറിയ ഹൈറ്റ് ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ കാണുന്നത് വാഷ് ബേസിനാണ്. ടോപ്പ് വൈറ്റ് ഗ്രാനൈറ്റും വൈറ്റ് കളറിലുള്ള സെറയുടെ വാഷ് ബേസിനാണ് കൊടുത്തേക്കണേ. താഴെ കബോർഡ് വരുന്നുണ്ട്. ഒരു ക്യാബിനറ്റ് അതിൽ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ വരുന്നത് മിററ്, ലൈറ്റ് വരുന്നുണ്ട്. ലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, സ്പോട്ട് ലൈറ്റ്. പിന്നെ വീടിൻ്റെ യൂട്ടിലിറ്റി റൂം കണ്ടു നോക്കാം. കവേഡ് ആയിട്ടുള്ള യൂട്ടിലിറ്റി റൂമാണ്. വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഇൻലെറ്റും ഔട്ട്ലെറ്റും ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൂടാതെ വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാൽക്കണി ഒന്ന് കണ്ടുപോകാം. വലിയൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അതുകൂടാതെ സ്പോട്ട് ലൈറ്റുകൾ ചെയ്തിട്ടുള്ള ഒരു സീലിംഗ് പാർട്ടീഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ വീട് വരുന്നത് 5.5 സെന്റിൽ 2500 സ്ക്വയർ ഫീറ്റ് ആണ്. ഈ വീടിൻ്റെ വില വരുന്നത് 1 CR ആണ്. അപ്പോൾ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.